ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റൂ ആണ്. അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അത് നേരത്തെ തന്നെ കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 4 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു തക്കോലത്തിന്റെ ഒരു ചെറിയൊരു പൂ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനെയും ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ ഗരം മസാലകളും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചതയ്ക്കൊന്നും വേണ്ട, ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്നും നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് ചേർത്തത്. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറിയിൽ ഈ പച്ചമുളകിന്റെ നേരത്തെ നമ്മൾ ഒരു 3-4 കുരുമുളക് പൊടിച്ചതിന്റെയും എരിവ് മാത്രമേ ഉള്ളൂ. കൂടുതൽ എരിവ് കറിക്ക് വേണമെങ്കിൽ കൂടുതലും മുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കിഴങ്ങും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും കിഴങ്ങും ഒക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേകാൻ കുറെ ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചേക്കുന്നത്. ഒരു 6 വിസിൽ അടിക്കുന്നിടം വരെ ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ കിഴങ്ങ് വേകാനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ കിഴങ്ങൊന്നും വെന്തുടഞ്ഞു പോകരുത്, ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഈ കറിയിൽ വേണം. അതുകൊണ്ട് അതിനാവശ്യമുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അതും ചേർത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കിഴങ്ങ് പകുതി വേവേ ആയിട്ടുള്ളൂ. ബാക്കിയും കൂടെ വേകാൻ വീണ്ടും അടച്ചു വയ്ക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബീഫ് കുക്കറിൽ വേകാൻ നേരത്ത് ചേർത്ത ഉപ്പ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ.
കറിയിലെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കറി ഒന്ന് തിളച്ചു വരണം. കറി ഒന്ന് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നത് നെയ്യിലാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയൊക്കെ കളർ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ടേസ്റ്റിയായ ബീഫ് സ്റ്റൂ റെഡിയായി. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ സ്റ്റൂ ആണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.